everyone, welcome back to my YouTube channel Such a Foodie. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ ഒരു കായ്പോള ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോവാം. ഒരു പാൻ എടുത്തതിന് ശേഷം അതിലോട്ട് നമുക്ക് 1 ടേബിൾ സ്പൂൺ ഗീ ആഡ് ചെയ്ത് കൊടുക്കാം. അത് നന്നായിട്ട് മെൽറ്റ് ആയി വരണം ട്ടോ. ഇനി ആദ്യം നമുക്ക് കുറച്ച് കാഷ്യൂ നട്ട്സ് ഇട്ടിട്ട് അത് നന്നായിട്ട് ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളർ ആയി വരുന്നവരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് ഡ്രൈ ഗ്രേപ്സും ആഡ് ചെയ്തിട്ട് അത് നന്നായിട്ടൊന്ന് ഗോൾഡൻ ബ്രൗണിഷ് കളർ ആയിട്ട് അത് നമുക്ക് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഒരു 4 ബനാന ചെറുതായി കട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾക്ക് ഒന്നും കൂടി ഗീലിട്ടിട്ട് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. ഞാനിവിടെ ഒരു 4 മുട്ട പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാരയും ഒരു നുള്ളു ഉപ്പിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള ബനാന ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് വേറൊരു പാൻ എടുത്താൽ കുറച്ച് ഗീ ഒഴിച്ചതിന് ശേഷം നമുക്ക് സേമിയ ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി അതൊരു ഗോൾഡൻ കളറായി വരുമ്പോൾ അതിലോട്ട് നമുക്ക് ആ സേമിയം വേകാൻ അളവില്ല കുറച്ച് പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇനി അത് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ബാറ്ററിലോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്യുമ്പോൾ ആ സേമിയന് എല്ലാ സ്ഥലത്തേക്കും എത്തുന്നുണ്ടോ എന്നൊന്ന് ശ്രദ്ധിച്ച് മിക്സ് ചെയ്യണം കേട്ടോ. ഇനി വേറൊരു പാൻ എടുത്തതിന് ശേഷം അതിലോട്ട് കുറച്ച് ഗീ ആഡ് ചെയ്ത് കൊടുത്ത് അത് എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ആക്കിയിട്ട് നമുക്ക് നേരത്തെ ഉണ്ടാക്കി വെച്ചില്ല ആ ബാറ്റർ ഇതിലോട്ട് വെച്ചിട്ട് നന്നായിട്ട് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സും ഡ്രൈ ഗ്രേപ്സും ആഡ് ചെയ്യാം കേട്ടോ. ഇനി അത് ക്ലോസ് ചെയ്ത് വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഒരു സൈഡ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി തിരിച്ചിട്ടിട്ട് അടുത്ത സൈഡും വേവിച്ചെടുക്കാം. അപ്പോൾ ഇത് അപ്പുറത്തെ സൈഡും കൂടി വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ നല്ല അടിപൊളി കായ്പോള റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ട്രൈ ആക്കിയിട്ട് കമൻറ്റിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.